ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിൽ OB45 പാച്ച് അപ്ഡേറ്റിന് ശേഷം വരാനിരിക്കുന്ന ക്യാരക്ടറുടെ എബിലിറ്റി ചേഞ്ചസിനെ കുറിച്ചാണ്. അലോക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ വൂക്കോങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് നിങ്ങൾക്കുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പാരഫലിനെ കുറിച്ചും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗെയിമിൽ വരാൻ പോകുന്ന നെക്സ്റ്റ് ഇവോ ഗൺ സ്കിന്നായ ഈ ഒരു പെരാഫലാണ്. ഇത് കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 7th ആനിവേഴ്സറിയുടെ ഭാഗമായി വരാൻ പോകുന്ന OB45 പാച്ച് അപ്ഡേറ്റിന് ശേഷം നമുക്ക് 50% മെമ്പർഷിപ്പോടെ ബോണസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ്, അതായത് 7th ആനിവേഴ്സറി ഈവൻറ്റ് വന്ന ശേഷം ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ ഓഫർ കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ചേഞ്ചസിനെ കുറിച്ചാണ്. സാധാരണ പാച്ച് അപ്ഡേറ്റ് ശേഷം ഗൺ പവർ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ക്യാരക്ടർ എബിലിറ്റി ചേഞ്ച് ചെയ്യും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോ OB45 അപ്ഡേറ്റിന് ശേഷം ഗരീന ഇതേപോലത്തെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 8-9 ക്യാരക്ടർ എബിലിറ്റി പവർ ഡിക്രീസ്, ഇൻക്രീസ്, മോഡറേറ്റ് എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇൻക്രീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാൻ പോകുന്ന ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ക്രോണോ ക്യാരക്ടറാണ്. ക്രോണോ ക്യാരക്ടറിന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതെന്താണ് നോക്കുകയാണെങ്കിൽ, അതായത് ഇതുവരെ നമുക്ക് 6 സെക്കൻഡ് വരെ ഷീൽഡ് ഉപയോഗിച്ച് മാത്രമേ കളിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ 8 സെക്കൻഡ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഗരീനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാമേജും കൂൾ ഡൗൺ ടൈമിനും ഒരു ചേഞ്ചസും തന്നെയില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അലോക്കാണ്. ഓൾഡ് അലോക്ക് ഈസ് ബാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അലോക്ക് സ്റ്റാർട്ടിങ്ങിനുണ്ടായിരുന്ന എന്ത് എബിലിറ്റിയാണോ അത് തന്നെയാണ് ഇപ്പോഴും ഗരീനെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അറിയണ പോലെ തന്നെ 5 മീറ്റർ ഓറ, 50% സ്പീഡ്, 5 HP റീസ്റ്റോർ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ 3 HP ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ തിരിച്ച് 5 HP ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ അലോ ക്യാരക്ടർ യൂസ് ചെയ്യുന്നില്ല എന്ന് ഗരീന മനസ്സിലാക്കി. എന്തായാലും ഗരീനയുടെ സ്ട്രാറ്റജി കൊള്ളാം എന്തായാലും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൂക്കോങ് ക്യാരക്ടറിനെ കുറിച്ചാണ്. എല്ലാവരും അലോക്കിന് ശേഷം കൂടുതൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഇത് തന്നെയാണ്. നമ്മൾ സാധാരണ വൂക്കോങ് യൂസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് എനിമിയുടെ ഡാമേജ് തരുവാണെങ്കിൽ ബുഷ് എബിലിറ്റി 50 സെക്കൻഡ് വരെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമുക്ക് കിട്ടുന്നത് 50 സെക്കൻഡ് മാറി 30 സെക്കൻഡ് വരെ ബുഷ് എബിലിറ്റി കിട്ടുന്നതായിരിക്കും. നല്ലൊരു എബിലിറ്റി ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് വൂക്കോങ്ങിൻ്റേത്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏത് ക്യാരക്ടറിൻ്റെ എബിലിറ്റി ചേഞ്ചാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് വൂക്കോങ് ക്യാരക്ടർ എബിലിറ്റി ചേഞ്ചാണ് ഇഷ്ടപ്പെട്ടത്. സോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് സെറ്റ് ചെയ്യുക. അടുത്തൊരു അടിച്ച് കയറുക അപ്ഡേറ്റായി കാണാം. അതുവരെ ബൈ ഗൈസ്, ടേക്ക് കെയർ.